ഇസ്രായേലിൻ്റെയും ഇറാൻ്റെയും ഒരു പരിപാടികളൊക്കെ അവിടെ തൽക്കാലം നിർത്തിവെച്ചുകൊണ്ട് ഇസ്രായേലും ലെബനാനും തമ്മിലുള്ള ഒരു പോരാട്ടത്തിൻ്റെ വക്കിലാണ് ലോകം എത്തി നിൽക്കുന്നത്. ഇന്ന് അവിടെയുള്ള ഹിസ്ബുള്ളയുടെ ഉപപ്രധാനമന്ത്രി അല്ലെങ്കിൽ ഉപനേതാവായിട്ടുള്ള തത്വാൻ എന്ന് പറയുന്ന മറ്റു പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. അദ്ദേഹത്തെ കൊല ചെയ്യപ്പെടുന്നത് വളരെ മൈന്യൂട്ടഡായിട്ട് വളരെ കൃത്യമായിട്ടാണ് അവർ ചെയ്യുന്നത്. 9 നില കെട്ടിടമുള്ള ആ ഒരു പ്ലാറ്റ്ഫോം സമുച്ചയത്തിൽ 3ഉം 4ലുമാണ് ആക്രമണം നടത്തിയിട്ടുള്ളത്. അതിൽ തത്വാൻ എന്ന് പറയുന്ന ഉപനേതാവായിട്ടുള്ള ഈ മനുഷ്യൻ കൊല ചെയ്യപ്പെടുകയും അതിന് തിരിച്ചടി ഏത് സമയത്തും ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്ന് ഇറാൻ്റെ സഹായത്തോടുകൂടെ ലഭ്യമാകും, അല്ലെങ്കിൽ കിട്ടാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല എന്നുമാണ് ഇൻ്റലിജൻസ് റിപ്പോർട്ടായിട്ട് ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നത്. അത് യഥാർത്ഥത്തിൽ സംഭവിക്കുകയോ അല്ല സംഭവിക്കാതിരിക്കുകയോ എന്ന് പറയുന്നത് ഇനി വരും മണിക്കൂറിൽ കാണാൻ പറ്റുന്ന കാര്യമാണ്. വാക്കി ടോക്കിയും അതുപോലെ തന്നെ പേജറൊക്കെ ഓരോരുത്തരുടെ കയ്യിൽ നിന്നും പൊട്ടിത്തെറിച്ചതിനെക്കുറിച്ച് ആദ്യം ഉണ്ടാതിരുന്ന ഇസ്രായേൽ പിന്നീട് ആ കുറ്റം ഏറ്റെടുക്കുകയും ഞങ്ങളാണ് അത് ചെയ്തതെന്ന് പറയുകയും ചെയ്തിട്ടുള്ള ഒരു പരമ്പരാഗതമായിട്ടുള്ള ഈ ഒളിയാക്രമണങ്ങളും കൃത്യമായിട്ടുള്ള ആ ഒരു അറ്റാക്കുകളും ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് പലപ്പോഴായിട്ട് ലെബനാൻ ജനങ്ങളും അതുപോലെ തന്നെ ഹിസ്ബുള്ളയും നേരിട്ടിട്ടുണ്ട്. പക്ഷേ ഇറാൻ്റെ ഭാഗത്തുനിന്ന് അതിനൊരു സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുള്ളത്, ഇറാൻ എന്ന് പറയുന്നത് ലോക സമാധാനം ആഗ്രഹിക്കുന്ന ഒരു രാജ്യമാണ്. അതുകൊണ്ട് തന്നെ മറ്റുള്ള പാവപ്പെട്ട രാജ്യത്തിൻ്റെ മേലധികാരം കാണിക്കാൻ ഇസ്രായേലിന് യാതൊരുവിധ അധികാരവും ഇല്ല. നിങ്ങളുടെ ഈ സാമ്രാജ്യം അല്ലെങ്കിൽ നിങ്ങളുടെ രാജ്യം അത് നന്നായി കാത്തു സൂക്ഷിച്ച് മുന്നോട്ട് പോകുക. നിങ്ങളെന്തെങ്കിലും ചെയ്യുമ്പോൾ മാത്രമേ മറ്റുള്ളവർ അത് ചെയ്യാൻ തുടങ്ങുന്നുള്ളൂ, അല്ലെങ്കിൽ നേരത്തെ ചെയ്തതിൻ്റെ പ്രതിധ്വനിയായിട്ട് മാത്രമേ തിരിച്ചു കിട്ടുന്നുള്ളൂ എന്നുള്ള ഒരു സുഖകരമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാകുന്ന ഇറാൻ ആരുടെ ഭാഗത്താണ്? ലെബനാൻ്റെ ഭാഗത്താണ്, അഥവാ ഹിസ്ബുള്ളയുടെ ഭാഗത്താണ്. ഇറാൻ്റെ എല്ലാ സപ്പോർട്ടും ഹിസ്ബുള്ളക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് പരസ്യമായ രഹസ്യമാണ്. എങ്കിലും അതൊന്നുകൂടി ആ ഒരു അല്ലെങ്കിൽ ആ ഒരു വാദത്തെ ശക്തിപ്പെടുത്തുന്ന രൂപത്തിലാണ് ഇന്നത്തെ ആ വർത്തമാനവും സ്റ്റേറ്റ്മെൻറ്റൊക്കെ ഇറാൻ്റെ ഭാഗത്തുനിന്ന് വരുന്നത്. ഇറാൻ ഇനിയും എന്തെങ്കിലും ചെയ്യോ എന്ന് നോക്കിയിരിക്കുന്ന ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പായിട്ട് അടുത്തുള്ള പ്രദേശങ്ങളൊക്കെ സ്വന്തമാക്കുക എന്ന ഒരൊറ്റ ഉദ്ദേശമാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം. ഇറാനുമായിട്ട് അവസാനം കൊമ്പ് കോർക്കാം. ആദ്യമേ കൊമ്പ് കോർത്താൽ ചിലപ്പോൾ മറ്റുള്ള ഭാഗങ്ങളിലേക്ക് എത്താൻ പോലും ഇസ്രായേലിന് ഉണ്ടാകില്ല എന്നുള്ള ഒരു നിരീക്ഷണം ഒരുപക്ഷെ ഇസ്രായേൽ ഭരണകൂടത്തിന് ഉണ്ടായേക്കാം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സ്ഥിതിവിശേഷം ലബനാനെ മാത്രമല്ല അത് ഈജിപ്തിനും ബാധിക്കുമെന്നുള്ള ദീർഘവീക്ഷണം നടത്തുന്ന ആളുകളൊക്കെ പറയുന്നുണ്ട്. ലബനാൻ, ഈജിപ്ത്, അതുപോലെ തന്നെ സിറിയ ഓൾറെഡി കഴിഞ്ഞു, ഇറാഖും ഓൾറെഡി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന് ഇറാനെ മാത്രമേ പേടിക്കേണ്ടതുള്ളൂ. ലബനാൻ ഏറെക്കുറെ നമ്മുടെ വരുതിയിലാകും അല്ലെങ്കിൽ ആയിട്ടുണ്ട് എന്ന ഒരു തിക്തമായൊരു വിശ്വാസം അവർക്കുണ്ട് താനും. അപ്പോൾ നിലവിൽ ഇനി ഇറാൻക്ക് വേണ്ടി അല്ലെങ്കിൽ ഇറാൻ്റെ യുദ്ധത്തിന് വേണ്ടി കോപ്പ് കൂട്ടുന്ന സാഹചര്യത്തിലേക്ക് അടുത്തെത്തുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ ഒരു വാർത്തകളൊക്കെയാണ് നമുക്ക് മുമ്പിൽ വരുന്നത്. കൃത്യമായി അതിനെ നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ ലോകത്തൊരു 3ാം ലോക മഹായുദ്ധം ആരംഭിക്കുകയാണെങ്കിൽ അത് ഇസ്രായേലും ഇറാനും കൂടി ഇനിയൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നതോടുകൂടെ ആരംഭിച്ചേക്കുമെന്നാണ് പറയപ്പെടുന്നത്. അതിന് 3 കാരണങ്ങളുണ്ട്. ഒന്ന്, ഇറാനും അതേപോലെ ചൈനയും ഉത്തര കൊറിയയും ഉണ്ടാകാതിരിക്കാം. ഏതായിരുന്നാലും റഷ്യയും കൂടെയിട്ടുള്ള ഒരു ഗ്യാങ് അവിടെ ഉണ്ട്. അതേപോലെ പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങൾ, അതെല്ലാവരും കൂടി GCC ഉൾപ്പെടെ ഇസ്രായേലിൻ്റെ ഭാഗത്തും അമേരിക്ക അതിനൊക്കെ ചുക്കാൻ പിടിക്കാനായിട്ട് ഇറാൻ്റെ പ്രതിയോഗിയായിട്ട് നിലനിൽക്കുകയും ചെയ്യുമ്പം ഇതൊരു ബഹുരാഷ്ട്ര യുദ്ധമായിട്ട് വരാനുള്ള സാധ്യത തള്ളിക്കളയുന്നില്ല. അവിടെ ഇനി എങ്ങാനും സംഭവിക്കുകയാണെങ്കിൽ ലോകത്ത് ഇന്ന് വരെ കണ്ടതിൽ ഏറ്റവും വലിയ യുദ്ധം പൊട്ടിപ്പുറപ്പെടാൻ സാധ്യതയുണ്ട് എന്നാണ് ഏറ്റവും നന്നായി യുദ്ധത്തെ വിശകലനം ചെയ്യുന്ന പാശ്ചാത്യ മാധ്യമങ്ങളൊക്കെ വിലയിരുത്തി വെക്കുന്നത്. ഇപ്പോൾ ലെബനാനിൽ അല്ലെങ്കിൽ പുക പൊന്തുന്നുണ്ടെങ്കിൽ പോലും അത് അത്ര കണ്ട് ആർക്കും വാർത്തയാകുന്നില്ല. പക്ഷേ നമ്മുടെ ഒരു അടുത്തേക്ക് എത്തുന്ന GCC കൺട്രിയിലേക്ക് എത്തുന്ന രൂപത്തിലേക്ക് ഇത് പെടുന്നതിനെ വ്യാപിക്കാനുള്ള സാധ്യത വരുന്നത് ഇറാനെ അടിക്കുക, അത് ഇറാൻ പെടുന്നതിനെ സൗദിക്ക് അടിക്കുക, അതേപോലെ തന്നെ ഖത്തറിനെയും അടിക്കുക. അതോടുകൂടി നല്ല ശതമാനം ഒരു യുദ്ധത്തിലേക്ക് രാജ്യങ്ങളൊക്കെ വീണുപോകും എന്ന ഒരു അപ്രഖ്യാപിതമായിട്ടുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. അത് 2030 മുമ്പായിട്ട് ഏറെക്കുറെ സംഭവിക്കാനുള്ള സാധ്യതയും പറഞ്ഞു വെക്കുന്നുണ്ട്. ഏതായിരുന്നാലും ചുവന്ന പശുവിന് അവർ അതിൻ്റേതായ ടെമ്പിളിലേക്ക് കെട്ടി അത് വളരെ ഭംഗിയായി പൂർത്തീകരിക്കാൻ വേണ്ടി ഇസ്രായേൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് ചുരുക്കം.